സോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പാലക്കാട് വരെ പോവാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എൻ്റെ അമ്മയ്ക്ക് അപ്പായിനെ കാണുന്നത്. അപ്പായെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അച്ഛനാണ്. അങ്ങനെ ഞങ്ങൾ നാലുപേരും കൂടി പാലക്കാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴി ഞങ്ങളൊരു ബിരിയാണിയൊക്കെ വാങ്ങിച്ച് വണ്ടിയിലിരുന്ന് തന്നെ കഴിച്ചു. നല്ല വൈബായിരുന്നു. ഞാനും എൻ്റെ അനിയത്തിയും ബാക്കിലിരുന്ന് കുറേ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു. പിന്നെ ഞാൻ ഒരു ക്രോഷ്യ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണിത്. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടാവേ. പിന്നെ ഇവിടുന്ന് പാലക്കാട് 4-4.5 മണിക്കൂറുണ്ട്. അപ്പോൾ ബോറടിക്കുമ്പോൾ ഞങ്ങൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഇത്ര നേരം എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ആളാണ് വേഗം എൻ്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ചൊക്കെ ഇരുന്നു. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ തൃശ്ശൂരെത്തി. അത്രയും ടൈമും കൊണ്ട് ഞാൻ ഇത്രയും എൻ്റെ ക്രോഷ്യ പ്രൊജക്റ്റ് ആക്കി. ഇത് സംഭവം ഒരു ഡ്രസ്സാണ്, പക്ഷെ ഞാൻ കുറച്ചേ ആക്കിയിട്ടുള്ളൂ. ഇന്ന് രാവിലെയാണ് ഞാൻ ഈ പ്രൊജക്റ്റ് ഉണ്ടാക്കി തുടങ്ങിയെങ്കിലും ഇപ്പം ഞാൻ കാറിരുന്ന് ഇത്രയും ആക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ രാത്രി ആയപ്പോൾ ഫുഡ് കഴിക്കാൻ ഒരു കടയിൽ കയറി. അങ്ങനെ ഞങ്ങൾ പാലക്കാട് എത്തി. ഞങ്ങൾ അങ്ങോട്ട് വരുന്ന അപ്പായിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇരുട്ടത്ത് നടന്ന് അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിൽ പോയിട്ട് കുറേ നേരം ഇങ്ങനെ വാതിലിൽ മുട്ടി, പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ സൗണ്ട് മാറ്റിയൊക്കെ വിളിച്ചു. അപ്പോൾ വേറെ ആരോ അന്നോർത്ത് വാതിൽ തുറന്നു വന്നു. ഒട്ടും മനസ്സിലായില്ല. വാതിൽ തുറന്നപ്പോഴത്തേക്കും സർപ്രൈസ് ആവുന്നതിന് പകരം ചോദിക്കുന്നത്, നീ എന്താ ഈ പാതിരാത്രി വന്നേന്നായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തി കുറേ സംസാരിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കിടന്നു. പിന്നെ ബാക്കി നാളെ കാണാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ.